ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അനുതാപവും മാനസാന്തരവും രൂപാന്തരവും ആവശ്യപ്പെടുന്ന ദിനങ്ങളാണ് നോമ്പുകാലം. നിരപ്പിന്റെ ശുശ്രൂഷയോടെ നോമ്പ് ആരംഭിക്കേണ്ട ഉദ്ദേശം നോമ്പുകാലം ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴം കൂട്ടുക എന്ന് മാത്രമല്ല, മറിച്ച് മാനുഷിക ബന്ധം ദൈവിക ബന്ധത്തോട് ഇടകലർന്നതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലും ഒരുക്കവുമാണ്. നോമ്പ് കൃതാർത്ഥ ഹൃദയം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ നിന്ന് സൗഖ്യം പ്രാപിച്ചതിന് ശേഷം അവരിൽ ഒരുവൻ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരികെ വന്ന് നന്ദി പറയുന്ന വേദഭാഗം. സൗഖ്യം ലഭിച്ച 10 പേരിൽ 9 പേർ സൗഖ്യം കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടപ്പോൾ ഒരുവൻ സൗഖ്യം കൊണ്ടും രക്ഷ കൊണ്ടും തന്റെ ജീവിതത്തെ സൗഖ്യപൂർണമാക്കുന്നു. 10-ൽ ഒരാൾക്ക് മാത്രം സൗഖ്യത്തിന്റെയും കൃപയുടെയും ഉറവിടത്തെ തിരിച്ചറിഞ്ഞും തിരികെ വന്ന് നന്ദി പറയാനുള്ള തിരിച്ചറിവ് ലഭിക്കുന്നുള്ളൂ. സമൂഹം അകറ്റി നിർത്തിയവരായിരുന്നു ആ 10 കുഷ്ഠരോഗികളും. അവരെ ഒരുമിപ്പിച്ചത് കുഷ്ഠം എന്ന രോഗമായിരുന്നു. എന്നാൽ അവരുടെ നിലവിളി കേട്ട് അകലെ നിന്നിരുന്ന അവരെ ജീവിത വഴികളിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഉറവിടത്തെ തിരിച്ചറിയുവാനും നന്ദി പറയാനും ആ 9 പേർ മുതിർന്നില്ല. കൃപയുടെ ഉറവിടങ്ങളെ തിരിച്ചറിയുക എന്നത് ആത്മീയതയുടെ അടയാളമാണ്. ജീവിതത്തിൽ ഒരുപാട് തവണ നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നന്ദി എന്നത് കേവലം താങ്ക് യു എന്ന വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു വികാരമാണ്. നൽകപ്പെട്ടതിനെയും അർഹമായി ലഭിച്ചതിനെയും ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പരസ്പരം പങ്കുവെക്കുന്ന വാക്കാണ് നന്ദി. ഒരു വാക്കിനപ്പുറം മറ്റൊരു മനുഷ്യന്റെ ഹൃദയത്തെ സ്വന്തമാക്കാനുള്ള ഊഷ്മളത ഈ വാക്കിനുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒന്ന് ഈ നന്ദിയുടെ വികാരമാണ്. അത് ജീവൻ നൽകിയ ദൈവത്തോടും ജന്മം നൽകിയ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും വ്യക്തിബന്ധങ്ങളോടും നാം യാദൃശ്ചികമായ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അനവധി ആളുകളോടും അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എത്രയോ നന്മകൾക്കും ഹൃദയം കൊണ്ട് നന്മ പറയേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അകലെ നിൽക്കുന്നവരെ കാണുവാനും കേൾക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലും ക്രിസ്തു ജീവിക്കുന്നു. ജീവിത വഴികളിലൊക്കെയും തിരികെ വരുന്ന ചില ജീവിതാനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് അനുഗ്രഹം തന്ന വഴികളിലൂടെ കൃതാർത്ഥമായ ഹൃദയത്തോടെ അനുഗ്രഹം തന്ന ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിപ്പോക്കായിരിക്കണം. നന്ദി എന്ന നല്ല ഫലം നമ്മുടെ ഹൃദയമാകുന്ന വൃക്ഷങ്ങളിൽ കായ്ക്കണം. കാലിത്തൊഴുത്തിൽ നിന്ന് കാൽവറിയിലേക്കുള്ള യാത്രയിൽ മുൻ നിശ്ചയിച്ചുറപ്പിച്ച ജീവിതത്തിലെ ഓരോ കടമ്പകളും ധൈര്യപൂർവ്വം സ്വീകരിച്ചവനാകുന്നു ക്രിസ്തു. സ്വീകരണവും തിരസ്കരണവും ഒരേപോലെ ദൈവനിയോഗമായി സ്വീകരിച്ച ആൾ. അപ്പത്തെയും വീഞ്ഞിനെയും സ്വന്തം ശരീരത്തോടും രക്തത്തോടും സാദൃശ്യപ്പെടുത്തി ലോകത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതും ഞാൻ തന്നെയാണെന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. പ്രിയമുള്ളവരെ, നോമ്പുകാലം സ്വയശോധനയുടെ അവസരമാണ്. ദൈവബന്ധത്തിന്റെ ആഴം പരിശോധിക്കുവാനും ന്യൂനതകളെ കണ്ടെത്തുവാനും ദൃഢമായ ദൈവബന്ധത്തിന്റെ ഉടമകളായി തീരുവാനും നോമ്പാചരണത്തിലൂടെ കൃതാർത്ഥമായ ഹൃദയമുള്ള ജീവിതം നയിക്കുവാനും നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.